ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഏട്ടന്മാരെല്ലാം ഞാനും എൻ്റെ ഏട്ടന്മാരെല്ലാം വാങ്ങിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ 3 സാധനമാണുള്ളത്. അപ്പോൾ അതിൽ ഞാൻ വാങ്ങിയതുണ്ട്, എൻ്റെ ഏട്ടന്മാർ വാങ്ങിക്കുന്നതുണ്ട്. അപ്പോൾ മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് എൻ്റെ ഈ ബോക്സ് തന്നെയാണ്. അതായത് എന്ന് പറയുമ്പോൾ കുറച്ചധികം ഇത് വരുന്നതാണ്. ഇത് മുന്നിലത്തെ കളി തുറന്നാതെ ഈ ഒരു സാധനം പ്രസ് ഇട്ട് അങ്ങോട്ട് നീക്കിയാൽ ഇവിടെ ഒരു ചെറിയ കളി തുറക്കും. 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ മാത്രമേ ഇതിന് ആഴമുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയൊരു സാധനം മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് കൂട്ടി വെക്കണം തിരിച്ച്. പിന്നീട് ഇവിടെ നമുക്ക് പെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ കളർ പെൻസിലാണ് സെറ്റ് ചെയ്ത് വെച്ചത്. ഇവിടെ പെന്ന് വെക്കേണ്ട സോൾട്ട് വരുന്നത്. പിന്നെ ഈ ഒരു ബട്ടനൊക്കെയാണ് ഈ ഒരു സാധനമാണ് വരുന്നത്. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് പെന്നും പെൻസിലൊക്കെ വെക്കാറുണ്ട്, ഇവിടെ വെക്കുന്ന പോലെ. പിന്നീട് എന്ന് പറയുന്നത് ഈ 2 കളികൾ ഒരേപോലെയുള്ളത്. അതിൽ ഞാൻ ചെറിയ സാധനം വെക്കാറുള്ളൂ, അവിടെ അത്രയും കൊള്ളുകയുള്ളൂ. പിന്നെ ഇവിടെയും ആയിട്ട് 2 സ്പേസ് സ്റ്റേഷൻ വരുന്നുണ്ട്. ഒന്നിൽ ഇത് ഞാൻ വെച്ചത് തന്നെയാണ്. ഇത് ഇതിൻ്റെ ഒപ്പം തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ചെറിയ ഹോളുണ്ടായി ഷാർപ്പായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് ഞാൻ വെച്ചത്. പിന്നീട് ഉള്ളത് ഈ ബാക്ക് ഭാഗത്താണ്. ഇവിടെ നമുക്ക് പേരും ക്ലാസ് എഴുതാം. ഇവിടെ നിന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് വന്നതെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ചിത്രം പോലെ വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഭാഗം മാത്രമേ പിന്നെ തുറക്കാൻ പറ്റൂ. ഇവിടെ നിന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ഇവിടെ വേറെ എന്തെങ്കിലും സാധനവും വെക്കാനുള്ള സോട്ടാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യത്തെ സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഈ രണ്ടാമത്തെ സാധനത്തിലേക്ക് പോകുമ്പോൾ അത് കുറച്ച് വലിയ സാധനമാണ്, കുറച്ച് ദൂരെ നിന്ന് കാണിച്ചു തരേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു തരാം. ഇതൊരു യോഗ ബോളാണ്. ഇതെൻ്റെ ഏട്ടൻ വാങ്ങി തന്നത്. ഈ ബോക്സ് എന്ന് പറയുന്നത് ഞാൻ തന്നെ വാങ്ങിയതാണ്. ഇതെൻ്റെ ഏട്ടൻ വാങ്ങി തന്നതാണ്. ജിംബോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് കുറച്ചായി, ഒരു മാസത്തോളമായി ഇത് വാങ്ങിയിട്ട്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒന്നാമത്തെയും രണ്ടാമത്തെയും സാധനങ്ങളൊക്കെ കണ്ടു. ഇനി ഒരു സാധനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ സ്വന്തമായിട്ടും വാങ്ങിത്തതാണ്. അത് ഏതാണെന്ന് പറയുമ്പോൾ ഈ ഒരു RC കാറാണ്. ഈ RC കാർ എന്ന് പറയുമ്പോൾ ബാക്കിൽ ഇതെന്ന് പറയുമ്പോൾ ചാർജ് ചെയ്യാൻ പറ്റിയ ബാറ്ററി തന്നെയാണ്. പിന്നെ ഇത് കുറച്ചൊക്കെ ഇതുമാണ്, അതായത് സ്പ്രിങ് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇവിടെ സ്പ്രിങ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതാക്കുന്നതാണ്. ഇത് ഓണാക്കിയിട്ട് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് കളിക്കുന്ന പോലെ ഇത് കുറച്ചൊക്കെ മാറ്റമുള്ള ഒരു റിമോട്ടാണ് ഇതിന് വരുന്നത്. നമുക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. കൂടുതലായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. ഇത് വളരെ സർപ്രൈസ് ആയിട്ടാണ് എനിക്ക് വാങ്ങി തന്നത്. വളരെ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ സർപ്രൈസ്. ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇത് ഇങ്ങനത്തെ ഒരു സാധനമാണ് വാങ്ങി തരുന്നത്. സോ ഇങ്ങനത്തെ ഒരു സാധനമാണ് വാങ്ങി തരുന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എനേബിൾ ബെൽ ഐക്കൺ. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.